നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അഡിറ്റീവ് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമ്മൾ ആദ്യം എടുത്തപ്പോൾ നമ്മൾ 2 വേരിയബിൾ വെച്ചിട്ടാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞത്. ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡിറ്റീവ് പ്രോപ്പർട്ടീനെ ജനറലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ 2 വേരിയബിൾസിൻ്റെ അഡിറ്റീവ് പ്രോപ്പർട്ടിയാണ് പറഞ്ഞതെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ n വേരിയബിൾസിൻ്റെ അഡിറ്റീവ് പ്രോപ്പർട്ടിയാണ് പറയുന്നത്. സോ നേരത്തെ കേസിന് ജസ്റ്റ് ജനറലൈസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. സോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഫ് xi is equal to 1, 2, etc. n are n independent normal variates with mean mu I and standard deviation sigma I respectively, then the variate y is equal to summation xi as a normally distributed variate with mean summation mu I and variance summation sigma I square. ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് xi's തന്നിട്ടുണ്ട് ആൻഡ് ഐ ഈസ് ടേക്കിംഗ് ദ വാല്യൂ ഫ്രം 1 to n. അതായത് നമുക്ക് ബേസിക്കലി x1 എന്നുള്ള വേരിയബിൾ ഉണ്ട്, x2 എന്നുള്ള വേരിയബിൾ ഉണ്ട്, x3 എന്നുള്ള വേരിയബിൾ ഉണ്ട്, അങ്ങനെ തുടങ്ങി xn വരെ വേരിയബിൾസ് ഉണ്ട്. ഈ x1 മുതൽ xn വരെയുള്ള വേരിയബിൾസ് എന്താണ്? ദീസ് ആർ ഇൻഡിപെൻഡൻറ്റ് നോർമൽ വേരിയേറ്റ്സ്. അതായത് x1 എന്താണ്? ഒരു നോർമൽ വേരിയേറ്റ് ആണ്, x2 നോർമൽ വേരിയേറ്റ് ആണ്, x3 നോർമൽ വേരിയേറ്റ് ആണ്, x4 നോർമൽ വേരിയേറ്റ് ആണ്, അങ്ങനെ xn വരെ നമുക്ക് നോർമൽ വേരിയേറ്റ്സ് ആണ്. ആൻഡ് ഈ x1 x2 മുതൽ xn വരെ എന്താണ്? ദീസ് ആർ ഇൻഡിപെൻഡൻറ്റ് വേരിയേറ്റ്സ്. ആൻഡ് ഈ എക്സസൈസ് ഒക്കെ എന്താണ് ഫോളോ ചെയ്യുന്നത്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പം അതിൻ്റെ മീനും ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഉണ്ട്. മീൻ ഇവിടെ തന്നിരിക്കുന്നത് mu I ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ I ആണ്. അതായത് x1 is following normal distribution with mean mu1 and standard deviation sigma 1. x2 എന്താണ് ഫോളോ ചെയ്യുന്നത്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ with mean mu2 and standard deviation sigma 2. x3 എന്താ ഫോളോ ചെയ്യുക? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ mu3 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 3. അങ്ങനെ xn എന്ത് ഫോളോ ചെയ്യും? xn വിൽ ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ mu n ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ n. ഇതിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എഴുതുന്നതിന് പകരം വേണമെങ്കിൽ എന്ത് എഴുതാം? വേരിയൻസ് എഴുതാം. അപ്പോൾ എന്താ വരിക? x1 is following normal distribution with mean mu1 and variance sigma 1 സ്ക്വയർ എന്ന് വരും. കാരണം വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് തന്നിരിക്കുന്നത്. സോ എക്സൈസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് നോർമൽ വേരിയേറ്റ്സ് ആണ്. ആൻഡ് എക്സൈസ് എന്താണ് ഫോളോ ചെയ്യുന്നത്? നോർമൽ വിത്ത് മീൻ mu I ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ I. ഇനി എന്താണ് അഡിറ്റീവ് പ്രോപ്പർട്ടി പറയുന്നതെന്ന് നോക്കാം. ദെൻ ദ വേരിയേറ്റ് y വിച്ച് ഇസ് ഇക്വൽ ടു സമ്മേഷൻ xi. സോ നമുക്ക് y എന്നുള്ളൊരു വേരിയബിൾ തന്നിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സമ്മേഷൻ xi. സമ്മേഷൻ xi ആൻഡ് i ഈസ് റേഞ്ചിങ് ഫ്രം 1 to n. അതായത് ബേസിക്കലി y എന്ന് പറയുന്നത് എന്താണ്? x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn. സോ എക്സൈസ് എന്താണ് ഫോളോ ചെയ്യുന്നത്? എക്സൈസ് ഇൻഡിപെൻഡൻറ്റ് നോർമൽ വേരിയേറ്റ്സ് ആണ് വിത്ത് മീൻ mu I ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ I. അങ്ങനെയാണെങ്കിൽ y വിച്ച് ഇസ് ഇക്വൽ ടു സമ്മേഷൻ xi, അതായത് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn. ഇതെന്താ ഫോളോ ചെയ്യുക? ദിസ് വിൽ ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ വൈയും എന്ത് ഫോളോ ചെയ്യും? വൈയും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെ ഫോളോ ചെയ്യും. പക്ഷേ ഇതിൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പം സമ്മേഷൻ mu Iയും സമ്മേഷൻ സിഗ്മ I സ്ക്വയറും ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു? നമ്മൾ 2 വേരിയബിൾസിൻ്റെ കേസ് പറഞ്ഞപ്പം x1 എന്ത് ഫോളോ ചെയ്യുന്നു? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ mu1 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 1. ആൻഡ് x2 എന്ത് ഫോളോ ചെയ്യുന്നു? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ mu2 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 2. ഓക്കെ, ആൻഡ് ഈ x1ഉം x2 എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ x1 പ്ലസ് x2 എന്ത് ഫോളോ ചെയ്യും? x1 പ്ലസ് x2ഉം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെ ഫോളോ ചെയ്യും. പക്ഷേ അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ mu1 പ്ലസ് mu2ഉം സിഗ്മ 1 പ്ലസ് സിഗ്മ 2ഉം ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ 2 വേരിയബിൾസിൻ്റെ കേസിൽ പറഞ്ഞു. ഇവിടെ നമുക്ക് എന്തുണ്ട്? n വേരിയബിൾസ് ഉണ്ട്. അതായത് x1 മുതൽ xn വരെ വേരിയബിൾസ് ഉണ്ട്. സോ ഈ x1 മുതൽ xn വരെയുള്ള വേരിയബിൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സം എന്താണ്? അതിൻ്റെ സമ്മും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെ ഫോളോ ചെയ്യും. പക്ഷേ അതിൻ്റെ പാരാമീറ്റേഴ്സ് വരെ സമ്മേഷൻ mu Iയും സമ്മേഷൻ സിഗ്മ I സ്ക്വയർ. സമ്മേഷൻ സിഗ്മ I സ്ക്വയർ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സമ്മേഷൻ സിഗ്മ I എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. 2 വേരിയബിൾസുള്ള കേസിൽ നമ്മൾ MGF വെച്ചാണ് പ്രൂവ് ചെയ്തത്. ഇവിടെയും നമ്മൾ എന്താണ്? അതേമാതിരി തന്നെ MGF വെച്ച് തന്നെയാണ് പ്രൂവ് ചെയ്തെടുക്കുന്നത്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എക്സൈസ് ആർ ഫോളോയിങ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് മീൻ mu I ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ I. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 1 മുതൽ n വരെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇഫ് എക്സ് ഇസ് ഫോളോയിങ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ mu ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇറ്റ്സ് MGF ഇസ് ഗിവൻ ബൈ mx of t എന്ന് പറയുന്നത് എന്താണ്? e പവർ mu t പ്ലസ്
ഹാഫ് സിഗ്മ സ്ക്വയർ ടി സ്ക്വയർ. ഓക്കെ, നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവേണ്ട ഒരു റിസൾട്ടാണ്. എക്സ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ പാരാമീറ്റേഴ്സ് മ്യൂവും സിഗ്മ സ്ക്വയറും ആണെങ്കിൽ അതിൻ്റെ എം ജി എഫ് എങ്ങനെയാണ് നമ്മൾ എഴുതുക? എം എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഇ പവർ മ്യൂ ടി പ്ലസ് ഹാഫ് സിഗ്മ സ്ക്വയർ ടി സ്ക്വയർ ആണ്. ഇവിടെ എന്താണ്? എക്സ് ഐസ് ആർ ഫോളോയിങ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ഐ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഐ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എം ജി എഫ് എങ്ങനെ എഴുതുക? എക്സ് ഐസിൻ്റെ എം ജി എഫ് നമ്മൾ എഴുതുന്നത് എം എക്സ് ഐ ഓഫ് ടി എന്ന് പറയുന്നത് ഇ പവർ മ്യൂ ഐ ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ സിഗ്മ ഐ സ്ക്വയർ എന്നാണ്. ഇവിടെ എക്സ് ഐൻ്റെ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? മ്യൂ ഐയും സിഗ്മ ഐയും. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? എക്സ് ഐസിൻ്റെ എം ജി എഫിനെ ഇ പവർ മ്യൂ ഐ ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ സിഗ്മ ഐ സ്ക്വയർ എന്ന് എഴുതി. ഇനി നമുക്കിതിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വൈൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? വൈൻ്റെ എം ജി എഫ് എഴുതും. സോ എം വൈ ഓഫ് ടി കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വൈ ഇസ് ഡിഫൈൻഡ് ആസ് സമ്മേഷൻ എക്സ് ഐ. ഓക്കെ, സോ എം വൈ ഓഫ് ടി എന്ന് പറയുന്നത് എന്തിന് ഇക്വലൻ്റ് ആണ്? എം സമ്മേഷൻ എക്സ് ഐ ഓഫ് ടീന് ഇക്വലൻ്റ് ആണ്. എം ജി എഫിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം എം സമ്മേഷൻ എക്സ് ഐ ഓഫ് ടീനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോഡക്റ്റ് എം എക്സ് ഐ ഓഫ് ടി എന്ന് എഴുതാം. ഓക്കെ, എം ജി എഫിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം സമ്മിൻ്റെ എം ജി എഫിനെ നമുക്ക് എം ജി എഫിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. അതാണ് ഈ സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. എം സമ്മേഷൻ എക്സ് ഐ ഓഫ് ടീനെ നമ്മൾ എങ്ങനെ എഴുതി? പ്രോഡക്റ്റ് എം എക്സ് ഐ ഓഫ് ടി എന്ന് എഴുതി. ഇതിൽ എം എക്സ് ഐ ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇ പവർ മ്യൂ ഐ ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ സിഗ്മ ഐ സ്ക്വയർ ആണ്. ഓക്കെ, സോ ഈ എം എക്സ് ഐ ഓഫ് ടീന് പകരം എന്ത് എഴുതുക? ഇ പവർ മ്യൂ ഐ ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ സിഗ്മ ഐ സ്ക്വയർ എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ഈ പ്രോഡക്റ്റ് ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ ഇതെങ്ങനെയായിട്ട് മാറും? ഇ പവർ, ഈ പ്രോഡക്റ്റ് ഉള്ളത് നമുക്ക് സമ്മേഷൻ എന്ന് എഴുതാം. ഇ പവർ സമ്മേഷൻ മ്യൂ ഐ ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ സിഗ്മ ഐ സ്ക്വയർ എന്ന് വരും. മനസ്സിലായോ? ആദ്യം നമ്മൾ എന്ത് എഴുതി? എക്സ് ഐസിൻ്റെ എം ജി എഫ് എഴുതി. എന്താണെന്ന് വരുന്നത്? എം എക്സ് ഐ ഓഫ് ടി എന്ന് പറയുന്നത് ഇ പവർ മ്യൂ ഐ ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ സിഗ്മ ഐ സ്ക്വയർ എന്ന് എഴുതി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് എഴുതും? വൈൻ്റെ എം ജി എഫ് എഴുതും. ഓക്കെ, സോ വൈ എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ എക്സ് ഐ ആണ്. സോ എം വൈ ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ എം സമ്മേഷൻ എക്സ് ഐ ഓഫ് ടി എന്ന് എഴുതാം. എം ജി എഫിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം ഈ എം സമ്മേഷൻ എക്സ് ഐ ഓഫ് ടീനെ നമ്മൾ എങ്ങനെ എഴുതും? പ്രോഡക്റ്റ് എം എക്സ് ഐ ഓഫ് ടി എന്ന് എഴുതും. എം എക്സ് ഐ ഓഫ് ടി നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഈ സ്റ്റെപ്പിൽ ഇവിടെ എം സമ്മേഷൻ എക്സ് ഐ ഓഫ് ടി എന്നില്ല കേട്ടോ, ജസ്റ്റ് എം എക്സ് ഐ ഓഫ് ടി എന്നേ ഉള്ളൂ. ഓക്കെ, പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണേ. അപ്പം എം എക്സ് ഐ ഓഫ് ടീൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. അതിവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ വന്നു? എം വൈ ഓഫ് ടി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഐ ഫ്രം 1 to n ഇ പവർ മ്യൂ ഐ ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ സിഗ്മ ഐ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ഈ പ്രോഡക്റ്റ് ഉള്ളിലേക്ക് വരുമ്പം നമുക്ക് എന്ത് വരും? ഇ പവർ സമ്മേഷൻ ഓഫ് മ്യൂ ഐ ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ സിഗ്മ ഐ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സമ്മേഷൻ ഉള്ളിലേക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇ പവർ സമ്മേഷൻ മ്യൂ ഐ ഇൻറ്റു ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ ഇൻറ്റു സമ്മേഷൻ സിഗ്മ ഐ സ്ക്വയർ. ഓക്കെ, ഇനി ഈ എം ജി എഫ് ഇതെന്താണ്? എം വൈ ഓഫ് ടി ആണ്. ഇവിടെ നമ്മൾ ഈ ആർ എച്ച് എസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ദിസ് ഇസ് ദി എം ജി എഫ് ഓഫ് എ നോർമൽ വേരിയേറ്റ് വിത്ത് മീൻ സമ്മേഷൻ മ്യൂ ഐ ആൻഡ് വേരിയൻറ്റ് സമ്മേഷൻ സിഗ്മ ഐ സ്ക്വയർ. സി, ഇഫ് എക്സ് ഇസ് ഫോളോയിങ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ with mean mu and variance sigma square, its MGF is given by mx of t എന്ന് പറയുന്നത് എന്താണ്? e power mu t plus half t square sigma square. നിങ്ങൾ ഈ MGF നോക്ക്. ഈ MGF നോക്കുമ്പോൾ ഇതിൽ മീൻ ടീൻ്റെ കോഎഫിഷ്യൻ്റ് മീൻ ആണ് ആൻഡ് ടി സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് വേരിയൻസ് ആണ്. അതേ ലൈനിൽ ഈ എം വൈ ഓഫ് ടി നോക്കുക. എം വൈ ഓഫ് ടി നോക്കുമ്പം ടീൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? സമ്മേഷൻ മ്യൂ ഐ ആണ്. ടി സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? സമ്മേഷൻ സിഗ്മ ഐ സ്ക്വയർ ആണ്. സോ വൈ എന്താ ഫോളോ ചെയ്യുന്നത്? വൈ ഇസ് ഓൾസോ ഫോളോയിങ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് സമ്മേഷൻ മ്യൂ ഐ ആൻഡ് സമ്മേഷൻ സിഗ്മ ഐ സ്ക്വയർ. സോ മീൻ എന്ന് പറയുന്നത് വൈ എന്ത് ഫോളോ ചെയ്യും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും. മീൻ എന്ന് പറയുന്നത് സമ്മേഷൻ മ്യൂ ഐയും വേരിയൻസ് എന്ന് പറയുന്നത് സമ്മേഷൻ സിഗ്മ ഐ സ്ക്വയറും. ഓക്കെ, ഇങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്തെടുക്കുന്നത്. സോ ബേസിക്കലി നമ്മൾ പറയുന്നത് എക്സൈസ് എന്താണ്? എക്സൈസ് ഇൻഡിപെൻഡൻറ്റ് നോർമൽ വേരിയേറ്റ്സ് ആണ്. മീൻ മ്യൂ ഐയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഐയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വൈ ഡിഫൈൻ ചെയ്യുന്നു എങ്ങനെ? സമ്മേഷൻ എക്സ് ഐ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ വൈൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? വൈ ഇസ് ഓൾസോ ഫോളോയിങ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. മീൻ എന്ന് പറയുന്നത് സമ്മേഷൻ മ്യൂ ഐയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ സിഗ്മ ഐയും ആയിരിക്കും.
ഒന്നുകിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സമ്മേഷൻ സിഗ്മ എന്ന് പറയാം, അല്ലെങ്കിൽ വേരിയൻസ് സമ്മേഷൻ സിഗ്മ I² എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ.